ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് SIRന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടികയിലെ ഹിയറിംഗ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രിയും MLAയുമായ ആന്റണി രാജുവിന് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി 3 വർഷം തടവ് ശിക്ഷ വിധിച്ചു. സംസ്ഥാനത്ത് അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്കും മുൻഗണനാ റേഷൻ കാർഡുകൾ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി GR അനിൽ. മൊബൈൽ ആസക്തിയിൽ നിന്ന് കുട്ടികളെ മുക്തരാക്കുക എന്ന ലക്ഷ്യവുമായി കൊല്ലം സിറ്റി പോലീസിന്റെ ചിൽഡ്രൻസ് ബിനാലയ്ക്ക് നാളെ തുടക്കം. മകരവിളക്ക് മഹോത്സവത്തിന് ദിവസങ്ങൾ ശേഷിക്കെ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. അണ്ടർ 19 പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 301 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടികയിലെ ഹിയറിംഗ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാനതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കും പ്രായമായവർക്കും പ്രവാസികൾക്കും നേരിട്ട് വരാതെ തന്നെ ഹിയറിംഗ് നടത്താൻ സൌകര്യം ഒരുക്കുമെന്നും ശ്രീ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. സംസ്ഥാനത്ത് കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും ഈ മാസം 22 വരെ സമർപ്പിക്കാം. പ്രവാസി വോട്ടർമാർക്ക് പേരു ചേർക്കാനുള്ള ഫോം 6A-യിൽ ഇതുവരെ 24,772 അപേക്ഷകൾ ലഭിച്ചു. അതിനിടെ പ്രവാസി വോട്ടർമാർക്ക് SIR നടപടികൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്ന് മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന EVM, വിവിപാറ്റ് യന്ത്രങ്ങളുടെ പ്രാഥമിക തല പരിശോധന വിവിധ ജില്ലകളിലെ കളക്ടറേറ്റുകളിൽ പുരോഗമിക്കുന്നു. ഫെബ്രുവരി 16 വരെയാണ് പരിശോധന. പരിശോധനയിൽ അംഗീകൃത രാഷ്ട്രീയ കക്ഷികളുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ കളക്ടർമാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ 2ാം പ്രതിയായ മുൻ മന്ത്രിയും MLAയുമായ ആന്റണി രാജുവിന് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി 3 വർഷം തടവ് ശിക്ഷ വിധിച്ചു. ലഹരിമരുന്നു കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്താൻ അന്ന് അഭിഭാഷകനായിരുന്ന ശ്രീ ആന്റണി രാജു തൊണ്ടി മുതലിൽ കൃത്രിമം നടത്തിയെന്നായിരുന്നു കേസ്. അതേസമയം MLA സ്ഥാനത്ത് തുടരാൻ ആന്റണി രാജു യോഗ്യനല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തെ അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്കും മുൻഗണനാ റേഷൻ കാർഡുകൾ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി GR അനിൽ. ഇതിനായി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ ഈ മാസം വീണ്ടും അവസരം നൽകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 39,682 അപേക്ഷ നമുക്ക് ലഭിക്കുകയുണ്ടായി. AVY വിഭാഗത്തിൽപ്പെട്ട 2,389 പട്ടികവർഗ കുടുംബങ്ങൾ ഉൾപ്പെടെ 6,950 കുടുംബങ്ങൾക്ക് മുൻഗണനാ കാർഡുകൾ AVY കാർഡ് ജനുവരി 15 മുമ്പായി കൊടുക്കും. അതിന് നടപടി പൂർത്തിയാക്കിയാൽ 7-ാം തീയതി കൊടുക്കാൻ കഴിയണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനങ്ങൾക്കും സ്ഥാനക്കയറ്റങ്ങൾക്കും കേറ്ററ്റ് നിർബന്ധമാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് മരവിപ്പിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കേറ്ററ്റ് നിർബന്ധമാക്കിയ സുപ്രീംകോടതി ഉത്തരവിനെതിരെ പുനഃപരിശോധനാ ഹർജി സമർപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. KSRTCക്ക് 93.72 കോടി രൂപ കൂടി ധനസഹായം അനുവദിച്ചതായി മന്ത്രി KN ബാലഗോപാൽ. പെൻഷൻ വിതരണത്തിന് 73.72 കോടി രൂപയും മറ്റ് ആവശ്യങ്ങൾക്ക് 20 കോടി രൂപയുമാണ് ലഭ്യമാക്കിയത്. ഈ വർഷം ഇതിനകം 1,201 കോടിയിലധികം രൂപയാണ് KSRTCക്ക് സഹായമായി നൽകിയത്. മൊബൈൽ ഫോൺ വഴി അൺറിസർവ്ഡ് ടിക്കറ്റ് എടുക്കുന്നതിൽ രാജ്യത്ത് ഒന്നാമതായി പാലക്കാട് റെയിൽവേ ഡിവിഷൻ. കഴിഞ്ഞ നവംബറിലെ കണക്കനുസരിച്ച് അൺറിസർവ്ഡ് ടിക്കറ്റുകളിൽ 63% മൊബൈൽ ആപ്പ് വഴിയാണ് എടുത്തിട്ടുള്ളത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. അൺറിസർവ്ഡ് ടിക്കറ്റുകൾക്കും സീസൺ ടിക്കറ്റുകൾക്കുമായി റെയിൽവേ UTS ആപ്പ് തുടങ്ങിയതോടെയാണ് മൊബൈൽ ഫോൺ വഴി ടിക്കറ്റ് എടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചത്. യാത്രക്കാരിൽ വലിയൊരു വിഭാഗം മൊബൈൽ വഴി ടിക്കറ്റ് എടുക്കാൻ തുടങ്ങിയതോടെ ടിക്കറ്റ് കൌണ്ടറുകളുടെയും ജീവനക്കാരുടെയും എണ്ണം കുറയ്ക്കാനും റെയിൽവേക്ക് കഴിഞ്ഞു. അതേസമയം മാർച്ച് 1 മുതൽ UTS അടക്കം വിവിധ ആപ്പുകളിലായി റെയിൽവേ ലഭ്യമാക്കിയിരുന്ന സേവനങ്ങൾ എല്ലാം റെയിൽ വൺ ആപ്പിൽ ആയിരിക്കും ലഭ്യമാകുകയെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. UTS ആപ്പിലെ ലോഗിൻ വിവരങ്ങൾ നൽകി റെയിൽ വൺ ആപ്പ് വഴി ടിക്കറ്റ് എടുക്കാൻ കഴിയും. BJP സംസ്ഥാന നേതൃയോഗത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച BJP അംഗങ്ങളുടെ സമ്മേളനത്തിലും പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ അമിത്ഷാ ഈ മാസം 11-ന് കേരളത്തിലെത്തുമെന്ന് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ചർച്ചയിലും ശ്രീ അമിത്ഷാ പങ്കെടുക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള CBI അന്വേഷിക്കണമെന്നും ശ്രീ MT രമേശ് ആവശ്യപ്പെട്ടു.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി വലിയ മുന്നേറ്റം നടത്തുമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷ്. വിഴിഞ്ഞം ഉൾപ്പെടെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് ബിജെപിയെ നോക്കിക്കാണുന്നതെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പയ്യാമ്പലത്തെ മാരാർജി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശ്രീ വി രാജേഷ് തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലും ദർശനം നടത്തി. കെപിസിസി നേതൃക്യാമ്പ് നാളെയും മറ്റന്നാളും വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നടക്കുമെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ക്യാമ്പിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യും. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഭഗവാൻ ശ്രീബുദ്ധൻ പകർന്നു നൽകിയ മാനവികതയുടെ പാത കാലാതീതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ റായ് പിത്തോറ സാംസ്കാരിക സമുച്ചയത്തിൽ ശ്രീബുദ്ധനുമായി ബന്ധപ്പെട്ട പിപ്രാഹ്വ തിരുശേഷിപ്പുകളുടെ അന്താരാഷ്ട്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ന്യൂഡൽഹി നാഷണൽ മ്യൂസിയത്തിന്റെയും കൊൽക്കത്ത ഇന്ത്യൻ മ്യൂസിയത്തിന്റെയും ശേഖരങ്ങളിൽ സൂക്ഷിച്ചിരുന്ന പിപ്രാഹ്വ ചരിത്ര അവശിഷ്ടങ്ങളും പുരാവസ്തുക്കളും 1898 കണ്ടെത്തിയത്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഉയരുന്ന ടൌൺഷിപ്പിൽ 237 ഭവനങ്ങളുടെ വാർപ്പ് പൂർത്തിയായി. 5 സോണുകളിലായാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. 350 വീടുകൾക്കുള്ള സ്ഥലമൊരുക്കൽ പൂർത്തിയായി. 1500 തൊഴിലാളികളാണ് ടൌൺഷിപ്പിൽ പ്രവർത്തിക്കുന്നത്. മൊബൈൽ ആസക്തിയിൽ നിന്ന് കുട്ടികളെ മുക്തരാക്കുക എന്ന ലക്ഷ്യവുമായി കൊല്ലം സിറ്റി പോലീസിന്റെ ചിൽഡ്രൻസ് ബിനാലെയ്ക്ക് നാളെ തുടക്കമാകും. ധനമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. സ്ക്രീൻ അഡിക്ഷൻ, മൊബൈൽ അഡിക്ഷൻ തുടങ്ങിയവയിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊല്ലം സിറ്റി പോലീസ് പ്രിസം എന്ന പേരിൽ കുട്ടികളുടെ ബിനാലെ സംഘടിപ്പിക്കുന്നത്. കരകൌശലം, ക്രാഫ്റ്റ്, ക്ലേ മോഡലിംഗ്, നൃത്തം, പെയിന്റിംഗ്, രംഗോലി, കരാട്ടെ, കളറിപ്പയറ്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോഗ്രാഫി, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, നാടകം, മാജിക് തുടങ്ങി 18ഓളം മേഖലകളിൽ ബിനാലെയിൽ കുട്ടികൾക്ക് പരിശീലനം നൽകും. കുട്ടികൾക്ക് ആത്മവിശ്വാസം പകരുന്നതിനായി സ്വയം പ്രതിരോധ പരിശീലനങ്ങളും നൽകും. CDAT കൌൺസിലിംഗ് ഹെൽപ്പ് ഡെസ്കും പ്രവർത്തിക്കും. ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാം. മകരവിളക്ക് മഹോത്സവത്തിന് ദിവസങ്ങൾ ശേഷിക്കെ ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. മണിക്കൂറുകൾ ക്യൂ നിന്നാണ് ഭക്തർ ദർശനം നടത്തി മടങ്ങുന്നത്. ഇന്ന് വൈകിട്ട് 6 മണിവരെ 72,941 തീർത്ഥാടകരാണ് സന്നിധാനത്ത് എത്തിയത്. നിലയ്ക്കൽ മുതൽ ഭക്തരെ നിയന്ത്രണങ്ങളോടെയാണ് കയറ്റിവിടുന്നത്. അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 301 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. നിശ്ചിത 50 ഓവറിൽ ഇന്ത്യ 300 റൺ എടുക്കവെ എല്ലാവരും പുറത്താവുകയായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 7 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 46 റൺ എടുത്തിട്ടുണ്ട്. ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് അവലോകന യോഗം ചേർന്നു. മന്ത്രി GR അനിൽ, ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, വാർഡ് കൌൺസിലർമാർ, ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഫെബ്രുവരി 23 മുതൽ മാർച്ച് 4 വരെയാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചകൾ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്നു. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി മത്സ്യസമ്പദാ യോജനയെക്കുറിച്ചുള്ള ചർച്ചയുടെ ആദ്യ ഭാഗം ഇന്ന് രാത്രി 11 മണിക്ക് കേൾക്കാം. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വിഴിഞ്ഞം റീജിയണൽ സെന്ററിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ സൂര്യ S സംസാരിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് SIRന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടികയിലെ ഹിയറിംഗ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രിയും MLAയുമായ ആന്റണി രാജുവിന് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി 3 വർഷം തടവ് ശിക്ഷ വിധിച്ചു. സംസ്ഥാനത്ത് അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്കും മുൻഗണനാ റേഷൻ കാർഡുകൾ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി GR അനിൽ. മൊബൈൽ ആസക്തിയിൽ നിന്ന് കുട്ടികളെ മുക്തരാക്കുക എന്ന ലക്ഷ്യവുമായി കൊല്ലം സിറ്റി പോലീസിന്റെ ചിൽഡ്രൻസ് ബിനാലെയ്ക്ക് നാളെ തുടക്കം. മകരവിളക്ക് മഹോത്സവത്തിന് ദിവസങ്ങൾ ശേഷിക്കെ ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 301 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.